ഹായ്, വെൽക്കം ടു സ്മാർട്ട് ഫോളിയോ. ബേസിക് ടു പ്രോ ലെവൽ ഓഫ് സ്റ്റോക്ക് മാർക്കറ്റിന്റെ 9ാമത്തെ ചാപ്റ്ററിലാണ് നമ്മളുള്ളത്. അപ്പോൾ ഇതുവരെയുള്ള കഴിഞ്ഞ 8 ചാപ്റ്റർ നിങ്ങൾ ശരിക്കും പഠിച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. കഴിഞ്ഞ 8ാമത്തെ ചാപ്റ്ററിൽ നമ്മൾ സപ്പോർട്ട്, റെസിസ്റ്റൻസ്, ട്രെൻഡ് ലൈൻ സപ്പോർട്ട്, ട്രെൻഡ് ലൈൻ റെസിസ്റ്റൻസ്, അതേപോലെ തന്നെ ട്രെൻഡ് എങ്ങനെയാണ്, ഒരു അപ് ട്രെൻഡ് എങ്ങനെയാണ്, ഒരു ഡൗൺ ട്രെൻഡ് എങ്ങനെയാണ്, സൈഡ് വേസ് എങ്ങനെയാണ്, പിന്നെ അതേപോലെ ട്രെൻഡ് ബ്രേക്ക്ഔട്ടില് സ്ട്രാറ്റജി, ബ്രേക്ക്ഔട്ടിൽ നമ്മൾ എങ്ങനെയാണ് ഒരു ട്രേഡ് എടുക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ പഠിച്ചു. ഈ പഠിച്ച കാര്യങ്ങളൊക്കെ തന്നെ ഞാൻ വീണ്ടും പറയും, നിങ്ങൾ ഒരു നോട്ട് എഴുതി വെക്കണം. കാരണം പിന്നീട് നിങ്ങൾ വീണ്ടും വീണ്ടും നോക്കണം കേട്ടോ. കാരണം ഈ പഠിച്ച കാര്യങ്ങളെല്ലാം നമുക്ക് മാർക്കറ്റിൽ ഉപയോഗിക്കാൻ കഴിയണം. അപ്പം ആ ഒരു രൂപത്തിൽ നമ്മുടെ മൈൻഡിൽ തന്നെ അതിനെ കറക്റ്റായിട്ട് ഫീഡായിക്കൊണ്ട് തന്നെ നിൽക്കണം. കാരണം ഇത് എപ്പോഴാണോ അത്യാവശ്യം വരുന്നത്, കാരണം ഇത് ഒരു ചാർട്ട് ഇങ്ങനെ കാണുന്ന സമയത്ത് തന്നെ നമ്മളെ മൈൻഡിൽ നിന്ന് ഓട്ടോമാറ്റിക്കലി ആ ഒരു ഇൻഫോർമേഷൻ ഇറങ്ങിയിട്ട് വരണം. പാറ്റേൺ ആണല്ലോ വരുന്നത്, ഇത് ഒരു എൻഗൾഫിംഗ് പാറ്റേൺ ആണല്ലോ, അല്ലാന്നുണ്ടെങ്കിൽ ഇതൊരു ബുള്ളിഷ് ഹറാമിയാണല്ലോ, ബിയറിഷ് ഹറാമിയാണല്ലോ, അപ്പോൾ ഇവിടുന്ന് മാർക്കറ്റ് റിവേഴ്സിലാവുമല്ലോ. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ മാർക്കറ്റിൽ നിങ്ങൾക്ക് ചാർട്ട് കാണുമ്പോൾ തന്നെ ഇത് നിങ്ങളെ മൈൻഡിൽ ഇങ്ങനെ തെളിഞ്ഞു വരണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ശരിക്കും ഇത് പഠിച്ചേ മതിയാവുള്ളൂ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ശരിക്കും പഠിക്കണം. അതേപോലെ നിങ്ങളുടെ ഒഴിവുള്ള സമയങ്ങളിൽ ഈ ചാർട്ടിൽ അതെല്ലാം ചെക്ക് ചെയ്ത് നോക്കാൻ പറ്റും, അതെങ്ങനെയാണ് വന്നിരിക്കുന്നത് എന്നുള്ളത്. എന്നിട്ട് നിങ്ങൾക്ക് അനലൈസ് ചെയ്തുകൊണ്ട് പഠിക്കാനും ഇതാക്കാനൊക്കെ പറ്റും. അപ്പോൾ ഈ കഴിഞ്ഞു പോയ ചാർട്ട് നോക്കിയിട്ടാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇനി ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ടെക്നിക്കൽ ഇൻഡിക്കേറ്റേഴ്സിനെ കുറിച്ചിട്ടാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ടേക്ക് പോവാം. ടെക്നിക്കൽ ഇൻഡിക്കേറ്റേഴ്സ്. In technical analysis, a technical indicator is mathematically derived from price, trading volume, investor sentiments, or open interest data, and applied to interpret stock market trend and investment decision using past price and volume trends. ടെക്നിക്കൽ ഇൻഡിക്കേറ്റേഴ്സ്, ടെക്നിക്കൽ അനാലിസിസിലെ ഒരു പ്രധാന ടൂളാണ് ഈ ടെക്നിക്കൽ ഇൻഡിക്കേറ്റർ എന്ന് പറയുന്നത്. ടെക്നിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ടെക്നിക്കൽ അനാലിസിസിന് വേണ്ടി ഉപയോഗിക്കുന്ന മാത്തമാറ്റിക്കൽ ടൂൾസിനെയാണ് നമ്മൾ ഈ ടെക്നിക്കൽ ഇൻഡിക്കേറ്റർ എന്ന് പറയുന്നത്. മാത്തമാറ്റിക്കൽ ടൂൾസ് എന്ന് പറയുന്നത് ഇതിന്റെ വാല്യൂ ഡിറൈവ് ചെയ്യുന്നത്, അല്ലെങ്കിൽ വാല്യൂ എടുക്കുന്നത് ഇതിന്റെ തന്നെ ഹിസ്റ്റോറിക്കൽ പ്രൈസ്, വോളിയം, അതേപോലെ തന്നെ ഓപ്പൺ ഇൻട്രസ്റ്റ്, ഇൻവെസ്റ്റേഴ്സിന്റെ എല്ലാം തന്നെ മാർക്കറ്റിന്റെ ഇൻവെസ്റ്റർ സെന്റിമെന്റ്സ്, ഇതിൽ നോക്കിയാണ് ഇതിന്റെ ഒരു വാല്യൂ ഡിറൈവ് ചെയ്യുന്നത്. പിന്നെ ടെക്നിക്കൽ അനാലിസിസ് യൂസ് ടെക്നിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് ടു ഡിറ്റർമൈൻ മാർക്കറ്റ് എൻട്രി ആൻഡ് എക്സിറ്റ് പോയിന്റ്സ്. Technical indicator can be used for trading decision by analyzing them either on a stand-alone basis or when combined. There are several technical indicators that fall broadly into two main categories: overlays and oscillators. നമുക്ക് ഒരുപാട് ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്. ടെക്നിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയുന്ന മാർക്കറ്റിൽ ഒത്തിരി ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്. പക്ഷെ അതിൽ 2 കാറ്റഗറിയാണ് വരുന്നത്. ഒന്ന് ഓവർലേസ് ഇൻഡിക്കേറ്റേഴ്സ്, അതേപോലെ തന്നെ ഓസില്ലേറ്റേഴ്സ് ഇൻഡിക്കേറ്റേഴ്സ്. ഓവർലേസ് ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയുമ്പോഴേ നമ്മുടെ ഒരു ചാർട്ട്, കാൻഡിൽ സ്റ്റിക്കിന്റെ ചാർട്ട് വരുന്നുണ്ടല്ലോ, ആ ഒരു ചാർട്ടിൽ തന്നെ നമുക്കത് പ്ലോട്ട് ചെയ്യാൻ പറ്റും. ആ ചാർട്ടിനോടൊപ്പം തന്നെ, കാൻഡിൽസിനോടൊപ്പം തന്നെ നമുക്ക് അതിൻ്റെ ആ ഒരു ഇൻഡിക്കേറ്ററും കാണാൻ പറ്റും. അതേ സ്ഥാനത്ത് ഓസില്ലേറ്റേഴ്സ് എന്ന് പറയുന്ന ഇൻഡിക്കേറ്റേഴ്സ്, അതിന് ഒന്നുകിൽ നമ്മൾ ചാർട്ടിൽ അതുണ്ടാവില്ല. ചാർട്ടിന്റെ മുകൾ ഭാഗത്ത് ഒന്നുകിൽ മുകൾ ഭാഗത്ത് അല്ലെങ്കിൽ ചാർട്ടിന്റെ ആ ഒരു വിൻഡോയുടെ അടിവശത്ത് ഒരു സ്പെസിഫൈഡ് ആയിട്ടുള്ള ഒരു 2 ലൈൻ അല്ലെങ്കിൽ ഒരു 4 ലൈനിന്റെ ഒക്കെ ഉള്ളിലാണ് ഇതിന്റെ മിനിമം മാക്സിമം ആയിട്ട് ഇത് മൂവ് ചെയ്യാം. അങ്ങനെയാണ് അത് നമുക്കുള്ള അതിന്റെ ഒരു സിഗ്നൽ തരിക. ഓവർലേസ് ഇൻഡിക്കേറ്റേഴ്സിന്റെ എക്സാമ്പിൾ ആണ് സ്റ്റൊക്കാസ്റ്റിക് ഓസിലേറ്റർ, അതേപോലെ RSI ഒക്കെ. അതേ സ്ഥാനത്ത് നമ്മളെ ഓവർലേസ് ഇൻഡിക്കേറ്റേഴ്സിന്റെ എക്സാമ്പിൾസ് ആണ് മൂവിങ് ആവറേജ്, MACD ഒക്കെ. ഓക്കെ, ഇൻഡിക്കേറ്റേഴ്സ് തന്നെ നമുക്ക് 2 തരത്തിലുള്ള ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്. ഒന്ന് ലാഗിങ് ഇൻഡിക്കേറ്റർ വരുന്നുണ്ട്, അതേപോലെ തന്നെ ലീഡിങ് ഇൻഡിക്കേറ്റേഴ്സ് വരുന്നുണ്ട്. ലാഗിങ് ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയുമ്പോൾ ഒരു കാര്യം കഴിഞ്ഞതിന് ശേഷമാണ് അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഒരു കാര്യം കഴിഞ്ഞതിന് ശേഷമാണ് അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അതിന്റെ ഉദാഹരണമാണ് മൂവിങ് ആവറേജ്, അതേപോലെ തന്നെ ബോളിഞ്ചർ ബാൻഡ്സ് എല്ലാം.
പിന്നെ ഉള്ളത് ലീഡിങ് ഇൻഡിക്കേറ്റേഴ്സ് ആണ്. ലീഡിങ് ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ അത് സംഭവിക്കുന്നതിന് മുമ്പ് തന്നെ അതിൻ്റെ ഒരു ഇൻഡിക്കേഷൻ തരും. അതിന്റെ എക്സാമ്പിൾ ആണ് സ്റ്റൊക്കാസ്റ്റിക് ഓസിലേറ്റർ, അതേപോലെ MACD, മാഗ്ഡ് എന്ന് പറയുന്നത്, അതേപോലെ തന്നെ RSI എല്ലാം. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഇൻഡിക്കേറ്റർ ആണ് മൂവിങ് ആവറേജ് എന്നുള്ളത്. മൂവിങ് ആവറേജ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് തന്നെയുള്ള ഒരു ഇൻഡിക്കേറ്റർ ആണ്. ഒത്തിരി പേര്, ഭൂരിപക്ഷം ട്രേഡേഴ്സും അല്ലെങ്കിൽ ഇൻവെസ്റ്റേഴ്സും ഒക്കെ ഉപയോഗിക്കുന്ന ഒരു ടൂളാണ് മൂവിങ് ആവറേജ്. Moving average is a technical indicators where average of previous prices are taken to compare with the current price. മൂവിങ് ആവറേജ് എന്ന് പറയുമ്പോൾ പഴയ പ്രൈസിനെ പുതിയ പ്രൈസുമായിട്ട് കമ്പയർ ചെയ്തിട്ടാണ് ഈ മൂവിങ് ആവറേജിന്റെ വാല്യൂ ഉണ്ടാവുന്നത്. മീൻസ് മൂവിങ് ആവറേജ് എന്ന് പറഞ്ഞാൽ സിമ്പിൾ മൂവിങ് ആവറേജിന്റെ SMA, അതേപോലെ തന്നെ EMA, എക്സ്പോണൻഷ്യൽ മൂവിങ് ആവറേജ്. SMA എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു 10 ദിവസത്തെ SMA ആണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ അതിനർത്ഥം കഴിഞ്ഞ 10 ദിവസത്തെ ക്ലോസിംഗ് പ്രൈസിന്റെ ആവറേജ് എടുത്തിട്ട് ആ ഒരു ആവറേജിനെ നമ്മളെ കറന്റ് പ്രൈസുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് അതിൽ നിന്ന് അപ് ട്രെൻഡ് ആണോ ഡൗൺ ട്രെൻഡ് ആണോ ഇപ്പോഴത്തെ മാർക്കറ്റ് എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. ആ ഒരു രീതിയിലാണ് അതിൻ്റെ ആ ഒരു വാല്യൂസ് കണക്കാക്കപ്പെടുന്നത്. അതേ സ്ഥാനത്ത് എക്സ്പോണൻഷ്യൽ എന്ന് പറഞ്ഞാൽ ചെറിയൊരു മാറ്റമുണ്ട്. എന്നാൽ ഇതേ സെയിം തന്നെ കഴിഞ്ഞ 10 ദിവസത്തെ മൂവിങ് ആവറേജ് ആണ് എടുക്കുന്നത്. എക്സ്പോണൻഷ്യൽ ആവുന്ന സമയത്ത് കഴിഞ്ഞ ഒരു ദിവസത്തിന്റെ പ്രൈസിന്റെ വാല്യൂ ഉണ്ടാവില്ല അതിന്റെ തൊട്ടു ബാക്കിലത്തെ ദിവസത്തിന്, ഇത്രയും വാല്യൂ ഉണ്ടാവില്ല അതിന്റെ തൊട്ട് മുമ്പത്തെ ദിവസത്തിന്. മീൻസ് കഴിഞ്ഞ ഒരു 10 ദിവസത്തെ ഇത് എടുക്കുകയാണെങ്കിൽ ഏറ്റവും അവസാനത്തെ 10 ദിവസത്തേക്കാളും ഒരു ഇത്തിരി വെയിറ്റേജ് കൂടുതൽ ഉണ്ടാവും 9ാമത്തെ ദിവസത്തിന്. ഈ 9ാമത്തെ ദിവസത്തെ പ്രൈസിനേക്കാളും ഒരു ഇത്തിരി വെയിറ്റേജ് കൂടുതൽ ഉണ്ടാവും. നമുക്ക് അത്ര ഡീറ്റെയിൽ ആയിട്ടൊന്നും പഠിക്കേണ്ട കാര്യമില്ല, എങ്കിലും ഞാനിത് സാന്ദർഭികമായിട്ട് പറഞ്ഞു എന്ന് മാത്രം. അങ്ങനെ ആ ഒരു ചെറിയൊരു മാറ്റം വരുന്നുണ്ട് എക്സ്പോണൻഷ്യൽ മൂവിങ് ആവറേജ് എന്നുള്ളതിൽ. The two basic and commonly used moving averages are simple moving average SMA and exponential moving average EMA. SMA is the arithmetic average of security or a defined number of time periods. EMA gives greater weight to recent prices. നമ്മളിപ്പോൾ പറഞ്ഞതാണ് അത്. മൂവിങ് ആവറേജ് ഈസ് എ ട്രെൻഡ് ഫോളോവിങ് ആൻഡ് ലാഗിങ് ഇൻഡിക്കേറ്റർ ബിക്കോസ് ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ പാസ്റ്റ് പ്രൈസസ്. ഈ മൂവിങ് ആവറേജ് ലോങ് ടൈം ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് 200 SMA ആണെന്നുള്ളതാണ് ബേസിക്. അതൊരു ഡെയിലി ടൈം ഫ്രെയിമിലാണ് നമ്മൾ 200 SMA ബേസിക് ആയിട്ട് ഉപയോഗിക്കാറുള്ളത്. ഇഫ് ദ സ്റ്റോക്ക് പ്രൈസ് ഈസ് അബവ് 200 SMA then it denotes an uptrend. If the stock price is below 200 SMA then it denotes a downtrend. It works basis on the trend. It affect in the 20° or above angle. ഓക്കെ, ഇതിങ്ങനെ പറയുന്നതിന് മുമ്പ് നമുക്ക് ഈ ഒരു EMA നമുക്ക് പ്ലോട്ട് ചെയ്തിട്ട് നോക്കാം. അപ്പം അത് പ്ലോട്ട് ചെയ്യാം നമുക്ക്. അതിന് നമുക്ക് അപ്സ്റ്റോക്സിന്റെ ഒരു പ്ലാറ്റ്ഫോമിലും പോവാം, അതേപോലെ തന്നെ ട്രേഡിംഗ് വ്യൂവിന്റെ ഇതിലും പോവാം. നിങ്ങൾ ഇവിടെ കാണുന്നത് എൻ്റെ അപ്സ്റ്റോക്സിന്റെ വിൻഡോസ് ആണ്. ഇതിൽ ഞാൻ ഓൾറെഡി ഏഷ്യൻ പെയിന്റ്സിന്റെ ചാർട്ടാണ് ഓപ്പൺ ആക്കി വെച്ചിരിക്കുന്നത്. ഇത് നിങ്ങൾക്ക് ഇവിടെ കാണാം, ഇത് ഡെയിലി ടൈം ഫ്രെയിമിലാണ്. ഇതിൽ നമ്മൾ ഒരു മൂവിങ് ആവറേജ് പ്ലോട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നേരെ ഇൻഡിക്കേറ്റേഴ്സിൽ വരിക, അവിടെ ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം ജസ്റ്റ് EMA എന്ന് അടിച്ചു കൊടുത്താൽ മതി. EMA മൂവിങ് ആവറേജ് എക്സ്പോണൻഷ്യൽ കണ്ടില്ലേ, അതിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇത് വന്നു. ഇതിൽ സെറ്റിംഗിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് 9 ആണ്. ഇതിന് 9 ദിവസത്തെയാണ് ഇതിന്റെ ആവറേജ്. ഇത് നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് 10, 11, 20, 200 എത്രയും ആക്കാം. ഓക്കെ, ഇതിലിപ്പോ നമ്മൾ പറഞ്ഞല്ലോ ഒരു 200ന്റെ കാര്യം പറഞ്ഞു. 200 അടിക്കാം. ഈ ഒരു 200ന്റെ ലൈന് വരുന്നുണ്ട്. EMA 200ന്റെ ലൈന്. ഈ 200ന്റെ ലൈനിൽ താഴെയാണ് പ്രൈസ് വരുന്നതെന്നുണ്ടെങ്കിൽ നോർമൽ കേസിൽ ഇതൊരു ഡൗൺ ട്രെൻഡ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അതേ സ്ഥാനത്ത് ഈ ഒരു 200 EMAയുടെ 200 EMAയുടെ മുകളിലാണ് പ്രൈസ് എന്നുണ്ടെങ്കിൽ അതൊരു അപ് ട്രെൻഡ് ആയിട്ടാണ് വരുന്നത്. ഇതിപ്പം ഏകദേശം ഈ ഒരു 200 EMAയുടെ അടുത്തായിട്ടാണ് വരുന്നത്. ഇതിനെ ക്രോസ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഇതൊരു അപ് ട്രെൻഡ് ആയിട്ട് മാറും. ഇതിന് ഡൗൺ ആണെന്നുണ്ടെങ്കിൽ ഇതൊരു ഡൗൺ ട്രെൻഡ് ആയിട്ട് മാറും. ഇനി നമുക്ക് ട്രേഡിംഗ് വ്യൂവിലും കൂടി നോക്കാം. ഇത് നമ്മൾ നേരെ ഗൂഗിളിൽ വന്നു. ഗൂഗിളിൽ ട്രേഡിംഗ് വ്യൂ എന്ന് അടിച്ചാൽ
ട്രേഡിംഗ് വ്യൂവിൽ തന്നെ നേരെ ചാർട്ടിലോട്ട് വരാം. ഇവിടെ ട്രേഡിംഗ് വ്യൂവിന്റെ വിൻഡോ ഓപ്പൺ ആയി. ഓക്കെ, അതിനുശേഷം നമ്മൾ വാച്ച് ലിസ്റ്റിൽ ഞാൻ എൻ്റെ വാച്ച് ലിസ്റ്റിൽ കുറേ സ്റ്റോക്സ് ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങളെ വാച്ച് ലിസ്റ്റിൽ ഒരു പക്ഷേ ആഡ് ചെയ്തിട്ടുണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ ഈ വാച്ച് ലിസ്റ്റിന്റെ അവിടെ വന്നിട്ട് നേരെ ഒരു പ്ലസ് ബട്ടൺ കണ്ടല്ലോ, അതിൽ പുഷ് ചെയ്തുങ്ങാണ്ട് ഇതേപോലെ തന്നെ വിൻഡോ വരും. അവിടെ ഏത് സ്റ്റോക്കാണോ നിങ്ങൾക്ക് വേണ്ടത് അവിടെ അടിച്ചു കൊടുത്തിട്ട് അത് നിങ്ങൾക്ക് ആഡ് ചെയ്യാം ആ വാച്ച് ലിസ്റ്റിൽ. ഓക്കെ, അതിനുശേഷം ഇപ്പോൾ ഞാൻ ഇൻഫോസിസിന്റെ ചാർട്ടാണ് നേരെ ഓപ്പൺ ആക്കിയത്. ഇൻഫോസിസിന്റെ ചാർട്ടിൽ ഡെയിലി ടൈം ഫ്രെയിമിലാണ്. ഇതിൽ ഇനി നമ്മൾ നേരെ ഇൻഡിക്കേറ്റേഴ്സിൽ വന്നു. ഇൻഡിക്കേറ്റേഴ്സിൽ വന്നതിന് ശേഷം അവിടെ EMA എന്നുള്ളത് അടിച്ചു കൊടുത്താൽ മതി. EMA, മൂവിങ് ആവറേജ് എക്സ്പോണൻഷ്യൽ. ഇപ്പോൾ ഇവിടെ പേസ്റ്റ് ആയി, കണ്ടില്ലേ? ഇതാണ് ആ ഒരു മൂവിങ് ആവറേജ് എന്ന് പറയുന്നത്. എന്നിട്ട് ഇതിന്റെ തന്നെ നമ്മൾ സെറ്റിങ്ങിൽ വരണം. എന്നിട്ട് ഇത് 9 ആണുള്ളത്. ഈ 9 ഉള്ളത് നമുക്ക് എത്രയാണോ വേണ്ടത്, നമ്മൾ നേരത്തെ മാറ്റിയിട്ട് വേണമെങ്കിൽ 200 അല്ല നമ്മൾ നേരത്തെ അടിച്ചു കൊടുത്തത്, 200 തന്നെ അടിക്കാം. എന്നിട്ട് ഓക്കെ കൊടുക്കുക. അപ്പൊ നമുക്ക് ഇതായി 200 മൂവിങ് ആവറേജ് കിട്ടി. ഓക്കെ, അപ്പൊ നമ്മൾ ഇൻഫോസിസ് എന്നുള്ളത് ഈ 200 മുകളിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതൊരു അപ് ട്രെൻഡിലായിട്ടാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അതേ സ്ഥാനത്ത് മുമ്പ് ഡൗൺ ട്രെൻഡിലായിരുന്നു. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു ലോങ് ടൈം ഇൻവെസ്റ്റ്മെന്റിന് വേണ്ട ആ ഒരു രീതി നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അല്ലെ? ഇനി നമുക്ക് ഇതിന്റെ തന്നെ ക്രോസ് ഓവർ ഉണ്ട്, നമുക്ക് നോക്കാം. ഇൻവെസ്റ്റ്മെന്റിനൊക്കെ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഒരു രീതിയാണ് ഞാനിപ്പോൾ കാണിച്ചത്. ഇഫ് ദ സ്റ്റോക്ക് പ്രൈസ് ഈസ് അബോവ് 200 SMA അല്ലെങ്കിൽ EMA, then it denotes an uptrend. If the stock price is below 200 SMA, then it denotes a downtrend. It works basis on the trend. It affects in the 20° or above angle. അടുത്തൊരു സ്ട്രാറ്റജിയാണ് നമുക്ക് 13 SMA 48 SMA crossover strategy. It is considered as a very effective strategy. It moves very sensitively in price, projects tight movement. It is used mostly by positional trades. ഒരു 13 SMA അല്ലാന്നുണ്ടെങ്കിൽ 13 EMA ബാർ 13 EMA 48 EMA ക്രോസ് ഓവർ സ്ട്രാറ്റജി എന്നുള്ളത് വളരെ പോപ്പുലർ ആയിട്ടൊരു സ്ട്രാറ്റജിയാണ്. ഇത് സാധാരണ സ്വിംഗ് ട്രേഡിന് അല്ലാന്നുണ്ടെങ്കിൽ പൊസിഷണൽ ട്രേഡിനൊക്കെ നമ്മളിത് ഉപയോഗിക്കാറുണ്ട്. അപ്പം ഇതെങ്ങനെയാണ് നമുക്ക് ചാർട്ടിൽ നോക്കാം എന്നുള്ളത് നമുക്ക് നേരെ പോയിട്ട് നോക്കാം. അപ്പോൾ ഞാൻ ഇനി നേരെ അപ്സ്റ്റോക്സിന്റെ തന്നെ നമ്മൾ അപ്സ്റ്റോക്സിന്റെ വിൻഡോയിലോട്ട് വന്നു. അപ്സ്റ്റോക്സിന്റെ വിൻഡോയിൽ നമ്മൾ ആദ്യം EMA ആയിരുന്നു പ്ലോട്ട് ചെയ്തിരുന്നത്, അതിനെ നമ്മൾ റിമൂവ് ചെയ്തു. ഓക്കെ, ഇനി നമ്മൾ വീണ്ടും ഇൻഡിക്കേറ്റേഴ്സിൽ പോയിട്ട് അവിടെ EMA ക്രോസ് ഓവർ എന്ന് കൊടുക്കണം. EMA എന്ന് അടിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് EMA ക്രോസ് കിട്ടി, കണ്ടില്ലേ? EMA ക്രോസ് അത് പ്ലോട്ടായി ഓൾറെഡി. അപ്പം നമ്മൾ എത്രയായിരുന്നു ഇതിന്റെ ഇത് പറഞ്ഞിരുന്നത്? 13.48 നമ്മളെ ഇതിന്റെ വാല്യൂസ് പറഞ്ഞത് അല്ലെ? അപ്പൊ നേരെ EMAയുടെ സെറ്റിങ്ങിൽ വരണം. നമ്മൾ സെറ്റിങ്ങിൽ വന്നിട്ട് ഷോർട്ട് 9 ആണ്. അവിടെ നമുക്ക് വേണ്ടത് 13 ആണ് അല്ലെ? പിന്നെ വേണ്ടത് 48, എന്നിട്ട് ഓക്കെ കൊടുക്കുമ്പോൾ ഇതാണ് നമ്മുടെ ആ ഒരു സ്ട്രാറ്റജി. ഈ ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ ഇപ്പം ഈ 13 എന്നുള്ളത് റെഡ് കളറാണ് നമ്മളെ 13ന്റെ ലൈന്. അതേപോലെ തന്നെ 48ന്റെ ലൈനാണ് ഗ്രീൻ ലൈന്. അപ്പം ചെറിയ മൂവിങ് ആവറേജ് വലിയ മൂവിങ് ആവറേജിനെ ക്രോസ് ചെയ്തിട്ട് മുകളിലോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ അതൊരു അപ് ട്രെൻഡാണ് കാണിക്കുന്നത്. അതേപോലെ തന്നെ ചെറിയ മൂവിങ് ആവറേജ് വലിയ മൂവിങ് ആവറേജിനെ ക്രോസ് ചെയ്ത് താഴോട്ട് വരുമ്പോൾ അതൊരു ഡൗൺ ട്രെൻഡ് ആണ് കാണിക്കുന്നത്. ഇവിടെ നമുക്ക് നോക്കാം എക്സാമ്പിൾ ആയിട്ട് തന്നെ. ഇത് റെഡ് ലൈൻ ആണ് നമ്മളെ 13 EMAയുടേത്. അപ്പം ഈ ഒരു റെഡ് ലൈന് ഗ്രീൻ ലൈനെ ക്രോസ് ചെയ്ത് മുകളിലോട്ട് പോയതിനു ശേഷം നല്ലൊരു അപ് ട്രെൻഡ് തന്നെയാണ് കിട്ടിയിരിക്കുന്നത് അല്ലെ? അത് കഴിഞ്ഞതിന് ശേഷം ഇവിടെ ഈ ഒരു റെഡ് ലൈന് ഗ്രീൻ ലൈനിനെ ക്രോസ് ചെയ്ത് താഴോട്ട് ഇറങ്ങിയപ്പോൾ നല്ലൊരു ഡൗൺ ട്രെൻഡ് വന്നു. പിന്നീട് ഇവിടെയാണ് പിന്നെ വന്നിരിക്കുന്നത്. ഇവിടെയും ചെറിയ രൂപത്തിൽ അപ് ട്രെൻഡ് വന്നു എന്ന് മാത്രം. ഇനി കുറച്ച് പിന്നോട്ട് പോയി നോക്കാം നമുക്ക്. ഇവിടെ
റെഡ് ലൈന് നമ്മൾ ഒരു ഗ്രീൻ ലൈനിനെ ക്രോസ് ചെയ്ത് മുകളിലോട്ട് പോയി. അതിനുശേഷം നല്ലൊരു അപ് ട്രെൻഡ് കിട്ടിയിട്ടുണ്ട്. അപ്പം ഏകദേശം നിങ്ങൾക്ക് ഈ കാര്യം മനസ്സിലായിട്ടുണ്ടാവും അല്ലെ. ഇനി ഈ ഒരു കാര്യങ്ങൾ നിങ്ങൾ ഒഴിവ് സമയത്ത് നിങ്ങൾ ചാർട്ടിൽ പ്ലോട്ട് ചെയ്തിട്ട് ഇത് നിങ്ങൾ ചെക്ക് ചെയ്ത് പഠിക്കണം കേട്ടോ. ഇനി മറ്റൊരു സ്ട്രാറ്റജിയാണ് 50 SMA 200 SMA ക്രോസ് ഓവർ. ഇപ്പൊ നമ്മൾ 13 SMA 48 SMA എന്ന് പറഞ്ഞില്ല, അതിനെ അതേ സെയിം തന്നെ, പക്ഷെ അവിടെ 13ന്റെ സ്ഥാനത്ത് നമ്മൾ 50 പ്ലോട്ട് ചെയ്യാം, 50 അടിച്ചു കൊടുക്കുക. അതേപോലെ തന്നെ 48ന്റെ ഭാഗത്ത് 200, എന്നിട്ട് സെയിം ബാക്കിയെല്ലാം സെയിം തന്നെയാണ് വരുന്നത്. ഇതും ഇറ്റ് ഈസ് എ വെരി പോപ്പുലർ സ്ട്രാറ്റജിയാണ്. ഇറ്റ് ഈസ് ബീങ് യൂസ്ഡ് ബൈ പ്ലന്റി ഓഫ് ട്രേഡേഴ്സ്. ഒരുപാട് ട്രേഡേഴ്സ് ഉപയോഗിക്കുന്ന സ്ട്രാറ്റജി തന്നെയാണിത്. ഇത് ഷോർട്ട് ടൈം if the short moving average crosses the greater moving average upward, it will be considered as an uptrend. നമ്മൾ നേരത്തെ പറഞ്ഞു, കാരണം ഇത് കുറഞ്ഞ മൂവിങ് ആവറേജ് വലിയ മൂവിങ് ആവറേജിന്റെ ലൈനിനെ ക്രോസ് ചെയ്ത് കണ്ട് മുകളിലോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഒരു അപ് ട്രെൻഡ് ആണ് വരുന്നത്. അതേപോലെ തന്നെ കൂടിയ മൂവിങ് ആവറേജിനെ ക്രോസ് ചെയ്തിട്ട് കുറഞ്ഞ മൂവിങ് ആവറേജിന്റെ ലൈന് താഴോട്ട് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ ഡൗൺ ട്രെൻഡ് ആണെന്നുള്ളത്. ഇഫ് ഷോർട്ട് ടേം മൂവിങ് ആവറേജ് ക്രോസ് ദ ഗ്രേറ്റർ മൂവിങ് ആവറേജ് ടു ഡൗൺവാർഡ്, ഇറ്റ് വിൽ ബി കൺസിഡേർഡ്. ഓക്കെ. അതേപോലെ തന്നെ മൂന്നാമത്തെ സെയിം സ്ട്രാറ്റജിയാണ് 5 SMA by 200 SMA ക്രോസ് ഓവർ സ്ട്രാറ്റജി. അപ്പൊ നമ്മൾ ഈ പറഞ്ഞ മൂന്നും ക്രോസ് ഓവർ സ്ട്രാറ്റജി തന്നെയാണ് കേട്ടോ. ഈ മൂന്നിന്റെയും മെത്തേഡ്സ് എന്നുള്ളത് സെയിം തന്നെയാണ്. കുറഞ്ഞ മൂവിങ് ആവറേജ്, വലിയ മൂവിങ് ആവറേജ്, കുറഞ്ഞ മൂവിങ് ആവറേജ് എന്ന് പറയുമ്പോൾ 5 SMA എന്ന് പറയുമ്പോൾ അത് 5 SMA കുറഞ്ഞതാണ്, 20 എന്ന് പറയുമ്പോൾ അത് കൂടിയതാണ്. അപ്പം ഈ കുറഞ്ഞ മൂവിങ് ആവറേജ് ലൈന് കൂടിയ മൂവിങ് ആവറേജ് ലൈനിനെ താഴെയിലൂടെ വന്ന് മുകളിലോട്ട് ക്രോസ് ചെയ്ത് പോകുമ്പോഴാണ് അവിടെ ഒരു അപ് ട്രെൻഡ് ക്രിയേറ്റ് ചെയ്യുന്നത് നമുക്ക് മനസ്സിലാവാം. അതേപോലെ തന്നെ വലിയ മൂവിങ് ആവറേജിന്റെ മുകളിലൂടെ കുറഞ്ഞ മൂവിങ് ആവറേജ് ക്രോസ് ചെയ്ത് താഴോട്ട് വരികയാണെങ്കിൽ അതൊരു അപ് ട്രെൻഡ് ഒരു ഡൗൺ ട്രെൻഡ് ആണ് ക്രിയേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് അതിന് മനസ്സിലാക്കാൻ പറ്റുന്നത്. വെരി ഇമ്പോർട്ടന്റ് ഇൻഡിക്കേറ്ററായ മൂവിങ് ആവറേജിനെ കുറിച്ചാണ് ഇപ്പൊ നമ്മൾ പഠിച്ചത്. അപ്പൊ അത് നമുക്ക് എങ്ങനെയാണ് പ്ലോട്ട് ചെയ്യേണ്ടത് എന്നുള്ളത് നമ്മൾ പഠിച്ചു. അതിന്റെ ക്രോസ് ഓവർ സ്ട്രാറ്റജി അല്ലെങ്കിൽ ക്രോസ് ഓവർ ആയിട്ടുള്ള ആ ഒരു ക്രോസ് ഓവർ ഇൻഡിക്കേറ്റർ പ്ലോട്ട് ചെയ്യാൻ നമ്മൾ പഠിച്ചു. അതിന്റെ ക്രോസ് ഓവർ സ്ട്രാറ്റജി നമ്മൾ പഠിച്ചു. അപ്പോൾ നമ്മൾ ഇൻഡിക്കേറ്റേഴ്സിനെ കുറിച്ചാണ് ഇപ്പൊ നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിച്ചത്. ഇൻഡിക്കേറ്റേഴ്സ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, അതിലെ തന്നെ വെരി വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇൻഡിക്കേറ്റർ ആണ് മൂവിങ് ആവറേജ്. ആ ഒരു മൂവിങ് ആവറേജ് എങ്ങനെ പ്ലോട്ട് ചെയ്യണം എന്നുള്ളത് നമ്മൾ പഠിച്ചു. ആ മൂവിങ് ആവറേജിന്റെ തന്നെ ക്രോസ് ഓവർ ആയിട്ടുള്ള ഇൻഡിക്കേറ്റർ മൂവിങ് ആവറേജ് EMA ക്രോസ് ഓവറിൻ്റെ പ്ലോട്ട് ചെയ്യാൻ പഠിച്ചു. ആ ക്രോസ് ഓവർ സ്ട്രാറ്റജി പഠിച്ചു. ആ ഒരു സ്ട്രാറ്റജിയിലൂടെ നമുക്ക് അപ് ട്രെൻഡ് മനസ്സിലാക്കാനും ഡൗൺ ട്രെൻഡ് മനസ്സിലാക്കാനും അതേപോലെ ട്രേഡ് എടുക്കാനും ഒക്കെ നമ്മൾ പഠിച്ചു അല്ലേ. അപ്പോൾ ഇനി ബാലൻസ് ആയിട്ട് വരുന്ന ഇനിയും ഒത്തിരി ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്. വരുന്ന വീഡിയോകളിൽ നമുക്ക് അതിനെ കുറിച്ചെല്ലാം നമുക്ക് പഠിക്കാം. അപ്പോൾ ഈ ഒരു ഇൻഡിക്കേറ്റേഴ്സിനെ കുറിച്ച് നിങ്ങൾ ശരിക്കും തന്നെ പഠിക്കുക. അതേപോലെ തന്നെ ഒരു ഒഴിവ് കിട്ടുന്ന സമയങ്ങളിലൊക്കെ തന്നെ ഇത് എക്സസൈസ് ചെയ്തെങ്ങാണ്ട് മാക്സിമം നിങ്ങൾ ഫെമിലിയർ ആവുക, ചാർട്ടുമായിട്ട് ഫെമിലിയർ ആവാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാൻ പോവുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന പ്രതീക്ഷയോടെ ദിസ് ഈസ് VM Rafiq സൈനിങ് ഓഫ്.